ഇ.പി. വിവാദത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ ഇ.പി. ജയരാജൻ വീണ്ടും കുരുക്കിൽ നിന്നും കുരുക്കിലേക്ക് തന്നെ പോവുകയാണ് എന്നുള്ള സൂചനകൾ തരുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ശോഭാ സുരേന്ദ്രൻ പറയുന്ന വാക്കുകളിൽ അല്ലെങ്കിൽ അവരുടെ വാദങ്ങളിൽ യാതൊരു തരത്തിലുള്ള കഴമ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദല്ലാൽ നന്ദകുമാറും രംഗത്തെത്തുകയാണ്. മാത്രമല്ല, തനിക്കെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം തന്നെ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഇ.പി. ജയരാജനും പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്ന ചില വസ്തുതകൾ പരിശോധിക്കുമ്പോൾ ഇ.പി. ജയരാജന്റെ വാദങ്ങളിൽ നിന്നെല്ലാം തന്നെ വിഭിന്നമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ചില മുൻകാല പ്രവൃത്തികളെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രന്റെ വാദങ്ങൾ ശരിയാണ് എന്ന് വെക്കുന്നുമുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നതിനെല്ലാമുള്ള ഉത്തരം ഇ.പി. ജയരാജന്റെ ചില മുൻകാല പ്രവൃത്തികൾ നൽകുന്നുണ്ട് എന്ന് തന്നെ സാരം. എന്തു തന്നെയാണെങ്കിലും ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ വിഷയത്തിൽ ഇന്നൊരു അടിയന്തരമായ തീരുമാനമുണ്ടാക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എല്ലാം തന്നെ ചേർന്നിരിക്കുകയാണ്. ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലുമായി ആദ്യം രംഗത്തെത്തുന്നത് ശോഭാ സുരേന്ദ്രനാണ്. അതിനുശേഷം കെ സുധാകരൻ വിഷയം ഏറ്റുപിടിക്കുന്നുണ്ട്. ദല്ലാൽ നന്ദകുമാർ പുതിയ വെളിപ്പെടുത്തലുകളുമായും പുതിയ തെളിവുകളുമായും രംഗത്തെത്തുന്നുണ്ട്. സംഭവം എന്തു തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം വലിയ ചർച്ചാ വിഷയമായി എന്നുള്ളത് തന്നെ ശ്രദ്ധേയമായ ഘടകമാണ്. എന്നാൽ അതേ സാഹചര്യത്തിൽ എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ഈ സംഭവങ്ങൾക്കെല്ലാം തന്നെ ആയുസ് ഒരേ ഒരു ദിവസത്തിൻ്റെത് മാത്രമാണ്. അതായത് 26-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് ഈ ചർച്ചകൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ആയുസ്സും ഉണ്ടാവുകയില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വ്യാജ പ്രചരണം മാത്രമാണ് ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളതായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇ.പി. ജയരാജന് എതിരെ വലിയ തരത്തിലുള്ള ഒരു വിമർശനവും തുറന്ന താക്കീതുമെല്ലാം തന്നെ പാർട്ടിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടായി എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതേ സാഹചര്യത്തിൽ CPIയുടെ ഭാഗത്തു നിന്ന് പോലും വ്യക്തമായ രീതിയിൽ ഒരു നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ആഹ്വാനം യഥാർത്ഥത്തിൽ ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടാവുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 26-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത്ര ദിവസങ്ങൾ പിന്നിട്ടിട്ടാണെങ്കിലും ഇ.പി. ജയരാജൻ വിഷയം വലിയ രീതിയിൽ തന്നെ കത്തി നിൽക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് തെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നില്ല ലക്ഷ്യം. ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇനിയും എന്തൊക്കെയോ തെളിവുകൾ പുറത്തു വരാനുണ്ട് എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഈ വിഷയം ഇത്ര വലിയ രീതിയിൽ ആളിക്കത്തുന്നത് എന്നും വായിച്ചെടുക്കാൻ സാധിക്കും. എന്തു തന്നെയാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും തറപ്പിച്ചു തന്നെ പറയുകയാണ് ഇ.പി. ജയരാജൻ BJPയിൽ ചേരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനത്തിന്റെ ഫലമായി അദ്ദേഹം ഡൽഹിയിൽ പോലും എത്തിയിട്ടുണ്ട്. BJPയിൽ ചേരുന്നതിനായി അദ്ദേഹം ഡൽഹിയിൽ എത്തിയ സാഹചര്യത്തിൽ അതിന്റെ തലേ ദിവസം അദ്ദേഹം ഡൽഹിയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കോൾ വരികയാണ്. ആ കോൾ വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം വളരെയധികം ടെൻഷൻ ആവുകയാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു വരികയാണ്. ആ കൂടിച്ചേരൽ അഥവാ BJPയിലേക്കുള്ള പോക്കിന്റെ ദിവസം പിന്നീട് മാറ്റിവെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു പോരുകയാണ് എന്നെല്ലാം തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നതിനുള്ള പ്രധാന കാരണം, അതായത് എന്തുകൊണ്ട് ഇ.പി. ജയരാജനെ പോലുള്ള LDFന്റെ കൺവീനർ എന്ന് പറയുന്ന വലിയൊരു പദവി അലങ്കരിക്കുന്ന ഇത്രയധികം CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു മുതിർന്ന നേതാവായിട്ടുള്ള വ്യക്തി എന്തുകൊണ്ട് BJPയിൽ ചേരുന്നു എന്നുള്ള ചോദ്യം അവിടെ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. അതിനുള്ള ഉത്തരമായി ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഇപ്രകാരമാണ്. ഇ.പി. ജയരാജനേക്കാൾ പരിചയക്കുറവുള്ള എം വി ഗോവിന്ദൻ മാഷയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി വെച്ചിരിക്കുന്നത്. തന്നെക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിന്റെ അനിഷ്ടവും വേദനയുമാണ് ഇ.പി. ജയരാജൻ BJPയിലേക്ക് പോകാനുള്ള കാരണമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കൂടുതൽ സഹിച്ചത് താനാണെന്നും ഇ.പി. തങ്ങളോട് പറഞ്ഞിരുന്നതായി ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഈ വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ എം വി ഗോവിന്ദൻ മാഷ് മുൻപ് നടത്തിയ കേരള യാത്രയിൽ നിന്നെല്ലാം തന്നെ ഇ.പി. ജയരാജൻ വിട്ടുനിന്നത് ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് ഇ.പി. ജയരാജൻ ഡൽഹിയിലെത്തിയതും എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എം വി ഗോവിന്ദൻ മാഷുടെ കേരള യാത്ര തൃശ്ശൂരിലെത്തുന്ന സമയത്താണ് ഇ.പി. ജയരാജൻ യഥാർത്ഥത്തിൽ ഡൽഹിയിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന് കോൾ വന്നതെന്നുള്ള സൂചന നൽകുന്നുണ്ട്. പക്ഷേ ആരാണ് ഇ.പി. ജയരാജനെ ഫോണിൽ വിളിച്ചതെന്ന് കൃത്യമായി തന്നെ പറയുന്നില്ല. പക്ഷേ അതേസമയം തന്നെ ഇ.പി. ജയരാജൻ പരിഭ്രമിച്ചിരുന്നുവെന്നും തനിക്കും തന്റെ കുടുംബത്തിനും ഭീഷണിയുണ്ടെന്ന് പോലും ഇ.പി. ജയരാജൻ പറഞ്ഞു എന്നെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുകയാണ്. എന്നാൽ അതേസമയം തന്നെ ശോഭാ സുരേന്ദ്രൻ ഇതുവരെയും ഇ.പിയെ നേരിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്തരമൊരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദല്ലാൽ നന്ദകുമാർ. താൻ മാത്രമാണ് ഇ.പിയോട് സംസാരിച്ചതെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നതിൽ ഒന്നും തന്നെ കഴമ്പില്ല എന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള കൂട്ടുകെട്ടിന്റെ ഒരു ബാക്കി പത്രം മാത്രമാണ്, അല്ലെങ്കിൽ ആ ഒരു കൂടിയാലോചനയിൽ നിന്ന് മാത്രം ഉണ്ടായതാണ് ഇത്തരത്തിലുള്ള ഇ.പിക്കെതിരായിട്ടുള്ള ഈ സംഘടിതമായ നീക്കം എന്ന് പോലും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ അതേ സാഹചര്യത്തിൽ ഇ.പി. ജയരാജനും ഇതേ വസ്തുത തന്നെയാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ ആക്ഷേപിക്കുന്നതിലൊന്നും തന്നെ യാതൊരു കഴമ്പുമില്ല, താൻ BJPയിൽ പോകുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ബുദ്ധിയുണ്ടെങ്കിൽ താൻ BJPയിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവുകയില്ല എന്നുകൂടി
കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ ഈ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് ഒരു മലയാളം മാധ്യമത്തിലൂടെയാണ്. അവർക്ക് നൽകിയൊരു ഇന്റർവ്യൂവിലാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. എന്തു തന്നെയാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ ആ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ പരിശോധിക്കുമ്പോൾ 3 തവണ തങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. അതിന് വഴിയൊരുക്കാനായി നന്ദകുമാർ വടക്കാഞ്ചേരിയിലെ എൻ്റെ സഹോദരിയുടെ മകൻ്റെ വസതിയിലും തൃശ്ശൂരിലെ തൻ്റെ വാടക വീട്ടിലും 2 തവണ വീതം വന്നിട്ടുണ്ടെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ 3 തവണയും ജയരാജനുമായി സംസാരിച്ചത് സ്പീക്കറിലിട്ട് കേൾപ്പിച്ചിരുന്നുവെന്നും അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കണമെന്ന് താൻ പറഞ്ഞിരുന്നതായും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. 2023 ജനുവരിയിൽ നന്ദകുമാറിൻ്റെ വെണ്ണലയിലെ വീട്ടിൽ വെച്ചായിരുന്നു ജയരാജനുമായുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. ജയരാജൻ തീരുമാനമെടുത്തു കഴിഞ്ഞെന്ന് ആ കൂടിക്കാഴ്ചയിൽ തനിക്ക് ബോധ്യപ്പെട്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിൽ പാർട്ടി കേന്ദ്ര നേതൃത്വവുമായി താൻ ബന്ധപ്പെടുകയും ജയരാജനെ കാണാൻ അവർ തയ്യാറാവുകയും ചെയ്തു എന്ന് പോലും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ഡൽഹിയിൽ വെച്ചുള്ള മിഷൻ നടക്കാതെ പോയത് എന്നുള്ളതിനും ശോഭാ സുരേന്ദ്രൻ കൃത്യമായി തന്നെ മറുപടി നൽകുന്നുണ്ട്. BJPയിൽ ചേരാനുള്ള തൻ്റെ ഇടത്തോടെ തന്നെയാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തിയതെന്നും അവർ പറയുകയാണ്. ഹോട്ടൽ മുറിയിൽ വെച്ച് തങ്ങൾ ചായ കുടിച്ച് 5-6 മിനിറ്റ് സംസാരിച്ച് കാണും. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ വന്നുവെന്നും അതോടെ അദ്ദേഹം ആകെ ടെൻഷനിലായി എന്നും മുഖഭാവവും ശരീരഭാഷയും അറിയുമെന്നെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. പിറ്റേന്ന് BJPയിൽ ചേരാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തിയിരിക്കെ അദ്ദേഹം പെട്ടെന്ന് പിന്മാറുകയായിരുന്നെന്നും നമുക്ക് ഒന്ന് നീട്ടിവെക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും തിരിക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യം തന്നെയാണ്, എന്തുകൊണ്ടായിരിക്കാം EP ജയരാജനെ പോലെ ഒരു വ്യക്തി അതും BJPയിൽ ചേരാനായിട്ട് സ്വാഭാവികമായും BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും എപ്പോഴും മാറി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കേണ്ടി വരുന്നത് എന്നുള്ളത്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സംസ്ഥാന നേതൃത്വത്തോട് പലപ്പോഴും വാശി പിടിച്ച് മാറി നിൽക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ EP ജയരാജനെ പോലുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് BJPയിൽ ചേരാൻ ശോഭാ സുരേന്ദ്രനെ ആശ്രയിക്കേണ്ടി വന്നു എന്നുള്ള ചോദ്യം അവിടെ തീർത്തും സ്വാഭാവികം തന്നെയാണ്. ആ ചോദ്യത്തിന് ഉത്തരം ശോഭാ സുരേന്ദ്രൻ നൽകുന്നത് ഇപ്രകാരമാണ്: തനിക്ക് കേന്ദ്ര നേതൃത്വത്തിലെ പ്രമുഖരുമായുള്ള ബന്ധം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നന്ദകുമാർ അത് ബോധ്യപ്പെടുത്തി കാണും എന്നെല്ലാം തന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു കടുത്ത പ്രതിരോധത്തിൽ തന്നെ EP വിവാദം കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് വലിയ അതൃപ്തിയുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം EP പോലെ ഒരു വ്യക്തിയെ BJPയിൽ എത്തിക്കാൻ ദലാൽ നന്ദകുമാറിനെ പോലെ ഒരു വ്യക്തിയെ ആശ്രയിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ പ്രകാശ് ജാവദേക്കറുമായുള്ള ഒരു കൂടിക്കാഴ്ച വരുന്നത് ഒരു ഇടനിലക്കാരൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ന് പറയുന്നതിൽ വലിയൊരു ക്ഷീണം യഥാർത്ഥത്തിൽ സംസ്ഥാന നേതൃത്വത്തിനുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. മാത്രമല്ല, ദലാൽ നന്ദകുമാറുമായിട്ടുള്ള ബന്ധം അത് ശോഭാ സുരേന്ദ്രനാണെങ്കിലും K സുരേന്ദ്രനാണെങ്കിലും ഇനി EP ജയരാജനാണെങ്കിലും അതല്ല ഇനി BJPക്ക് പോലും ആണെങ്കിലും അത് വലിയ തരത്തിലുള്ള ക്ഷീണം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുതന്നെയാണെങ്കിലും ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുകയാണ്. EP ജയരാജനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ജയരാജൻ അല്പസമയം കൂടി കാത്തിരിക്കൂ, നിങ്ങൾക്ക് കൃത്യമായി മറുപടി ലഭിക്കുമെന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം അത് ഏറെ നിർണായകം തന്നെയാണ്. EP വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് എന്ത് തീരുമാനമെടുത്താലും അത് വളരെ മുൻകൂട്ടി തന്നെ, അല്ലെങ്കിൽ വളരെ ക്രാന്ത വീക്ഷണത്തോടു കൂടി തന്നെ കാണേണ്ട ഒരവസ്ഥയിലേക്ക് പോലും എത്തിയിരിക്കുകയാണ്. അതിനുള്ള കാരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും BJPയിലേക്ക് വലിയൊരു കുത്തൊഴുക്ക് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ CPM-ന്റെ ഭാഗത്തു നിന്നും കടുത്ത വിമർശനം ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതേ സാഹചര്യത്തിൽ CPM അകപ്പെടുമ്പോൾ അതിനെ എങ്ങനെയാണ് CPM കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാവി കൂടി കണ്ടുകൊണ്ട് തന്നെയായിരിക്കണം CPM ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്.